CPM-നെയും സർക്കാരിനെയും സംബന്ധിച്ച് ഇത് ഒരു അഗ്നി പരീക്ഷയാണ്. പോറ്റിയെയും ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് SITയുടെ അടുത്ത നീക്കം. ഇതുവരെ മൊഴി കൊടുത്തവരെല്ലാം ഒരുപോലെ പറയുന്ന ആ കാര്യം, ആ പേര് പ്രധാനമാണ്. അടൂർ പ്രകാശ് ആന്റണി വഴി സോണിയുടെ ഓഫീസ് വരെ എത്തിയ കഥകൾ പറയേണ്ടി വരും. നമസ്കാരം. കടകംപള്ളി സുരേന്ദ്രൻ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം, മുൻ ദേവസ്വം മന്ത്രി, പിന്നെ PS പ്രശാന്ത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന ആൾ, നേരത്തെ കോൺഗ്രസിൽ നിന്ന് CPM-ലേക്ക് വന്നതിന് ശേഷം മികച്ച പരിഗണന ലഭിക്കുകയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ നന്നായി ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്ന ആളാണ്. ഇങ്ങനെ രണ്ടുപേർ. കടകംപള്ളി ആണെങ്കിൽ കഴക്കൂട്ടത്ത് BJP-യുടെ ഭീഷണിയിൽ നിന്ന് പാർട്ടിയെ 2 തവണയായി ജയിച്ച് രക്ഷിക്കുന്ന ആളാണ്. അടുത്ത തവണ ഇളവ് ലഭിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്ന ആളുകളാണ്. എന്നാൽ ഈ 2 നേതാക്കൾ ഒരൊറ്റ കേസിൽ കുടുങ്ങി മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിൻ്റെയും മുഖ്യ വില്ലനായി മാറിക്കഴിഞ്ഞ നാളുകളാണ് ഇത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എന്തായാലും ഇരുവരുടെയും മൊഴി SIT എടുത്തതോടെ അതിൻ്റെ അടുത്ത തലത്തിലേക്ക് നീങ്ങി. മൊഴിയെടുപ്പ് പുറത്തറിയാൻ 2 ദിവസം വൈകുകയും ചെയ്തു. അതിൻ്റെ രോഷം ചാനൽ ചർച്ചാകാരരിലും പ്രതിപക്ഷത്തും നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുകയുമാണ്. കടകംപള്ളിയും പ്രശാന്തും SITക്ക് മുന്നിലെത്തിയ സാഹചര്യത്തിൻ്റെ രാഷ്ട്രീയ വിവാദമാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, സ്വർണ്ണമോഷണ കേസിൻ്റെ അന്വേഷണം സുപ്രധാന ഘട്ടം താണ്ടിക്കഴിഞ്ഞിരുന്ന സമയമാണ് എന്നതാണ്. നേരത്തെ തന്നെ പോറ്റിയിലും അത് കഴിഞ്ഞ് തന്ത്രിയിലും മുട്ടി നിൽക്കുമ്പോൾ മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിൻ്റെയും SITയുടെയും പോലും മുട്ടിടിക്കുന്ന കാഴ്ച ഇത്തവണയും നമ്മൾ കണ്ടതാണ്. എന്നാൽ സംഗതി രാഷ്ട്രീയ വിവാദത്തിലേക്ക് തിരിയുമ്പോൾ വീണ്ടും പതിവ് പോലെ സജീവമാകും എന്നതാണ് സ്ഥിതി. ഇത്തവണയും തൽസ്ഥിതി തന്നെ. 2 കാര്യങ്ങളാണ് പ്രധാനം. ഒന്ന്, CPM-നെയും സർക്കാരിനെയും സംബന്ധിച്ച് ഇതുണ്ടാക്കുന്ന പ്രതിസന്ധി. 2, അപ്രതീക്ഷിതമായി SIT നടത്തിയ നീക്കത്തിൻ്റെ പിന്നിൽ എന്ത് എന്ന പ്രതിപക്ഷത്തിൻ്റെ ആശങ്ക. അതായത് കടകംപള്ളിയെയും പ്രശാന്തിനെയും ചോദ്യം ചെയ്തു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത് വൈകിയാണല്ലോ. അതിലേക്ക് SITയെ നയിച്ചത് എന്താണ്, അവരുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്നുള്ള ആശങ്ക. CPM പത്മകുമാറിൻ്റെ അറസ്റ്റോടെ കടുത്ത പ്രതിസന്ധിയെ നേരിട്ട് തുടങ്ങിയതാണ്. പത്മകുമാറിനെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കാതെ നിർത്തിയ സാഹചര്യം നിരന്തരം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വിശദീകരണങ്ങളിൽ കുടുങ്ങിയ ആ വിവാദം പാർട്ടിക്ക് മാക്സിമം പേരുദോഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പുറത്താക്കുക എന്ന സാങ്കേതികത്വത്തിൽ കടിച്ചു തൂങ്ങി പുതിയ കാലത്ത് പൊതുജനത്തിന് ബോധ്യമാകും വിധമുള്ള വിശദീകരണങ്ങൾ സാധ്യമല്ല. അതുകൊണ്ട് തൽക്കാലത്തേക്കെങ്കിലുമുള്ള നടപടിക്കുള്ള സമ്മർദ്ദമാണ് ഉയരുന്നത്. ആഭ്യന്തരമായി പാർട്ടിയിൽ തന്നെ അത്തരം ആവശ്യങ്ങൾ ഉയരുകയാണ്. പക്ഷെ പ്രതിപക്ഷം ഈ സാഹചര്യം കഴിയും വിധം പ്രചാരണ വിധേയമാക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം കടകംപള്ളിയും PS പ്രശാന്തും കൂടി SITക്ക് മുന്നിൽ എത്തിയതോടെ വിവാദം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. എന്നാൽ SITയുടെ മൊഴിയെടുപ്പ് ഒരർത്ഥത്തിൽ സംശയങ്ങൾ തീർക്കുകയും ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള വിവാദങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യും വിധത്തിലാണ് എന്ന് വിലയിരുത്തൽ ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ചും CPM-നെതിരെ പുകമറ എന്ന രീതിയിൽ കടകംപള്ളിയെ മുൻനിർത്തി നടത്തുന്ന പ്രചരണങ്ങൾക്ക് ഒരു അവസാനമുണ്ടാകും എന്ന് പാർട്ടിയും കരുതുന്നുണ്ട്. കേസിൻ്റെ സുപ്രധാന ഘട്ടങ്ങളിലൊന്നും കടകംപള്ളിയിലേക്കും പ്രശാന്തിലേക്കും പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ അന്വേഷണം എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. കടകംപള്ളിക്ക് ഇതുമായി ബന്ധമുണ്ട് എന്ന് തെളിയിക്കാവുന്ന ഒരു ഇടപെടലും ഇതുവരെ കണ്ടെത്തിയിട്ടും ഇല്ല. മാത്രമല്ല, പ്രതിപക്ഷ നേതാവിനെതിരായി കടകംപള്ളി നൽകിയ മാനനഷ്ട കേസിൽ VD സതീശൻ മുങ്ങി നടക്കുകയുമാണ്. 8 തവണയോളമാണ് കോടതി നിർദ്ദേശിച്ചത് തെളിവ് ഹാജരാക്കാൻ. എന്നാൽ അപ്പോഴൊന്നും കഴിയാതിരിക്കുന്ന പ്രതിപക്ഷ നേതാവിന് ഈ മൊഴിയെടുപ്പാണ് ഒടുവിൽ പിടിവള്ളിയായിരിക്കുന്നത്. ഇനിയുള്ള SITയുടെ നീക്കങ്ങൾ അതുകൊണ്ട് തന്നെ സുപ്രധാനമാണ്. ശബരിമല വിഷയത്തിൽ ഏറ്റവും സെൻസിറ്റീവായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന മാതൃഭൂമി പത്രത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം കടകംപള്ളിക്ക് ആശ്വാസമാണ്. കടകംപള്ളിയെ ചോദ്യം ചെയ്തത് ഹൈക്കോടതിയെ ഭയന്ന് പ്രശാന്തിൻ്റെ നില പരുങ്ങലിൽ എന്ന വാർത്തയാണ് അവർ ഒടുവിൽ തലക്കെട്ടിൽ നൽകുന്നത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: സർക്കാരിനേൽക്കുന്ന പരിക്ക് കുറക്കാൻ കൂടിയാണ് മൊഴിയെടുത്തത് എന്ന വ്യാഖ്യാനമുണ്ട്. പ്രതികളുടെ വെളിപ്പെടുത്തലും കടകംപള്ളിയുടെ മൊഴിയും ഒത്തുനോക്കി വസ്തുത പരിശോധിച്ചാണ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുക. ചോദ്യം ചെയ്യാതെ ഒഴിവാക്കിയാൽ മതിയായ കാരണം രേഖപ്പെടുത്തേണ്ടി വരും. തെളിവുകളില്ലാതെ ഒഴിവാക്കിയാൽ വിമർശനവും നേരിടേണ്ടി വരും. കടകംപള്ളിക്ക് ഒരു പരിധിവരെ സുരക്ഷിതമാണ് ഈ ചോദ്യം ചെയ്യൽ എങ്കിലും പ്രശാന്തിൻ്റെ നില പരുങ്ങലിലാണ്. പ്രശാന്തിൻ്റെ ഭരണസമിതിയുടെ കാലത്ത് പോറ്റിയുടെ സ്വാധീനം തുടർന്നതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടി വരും എന്നാണ് മാതൃഭൂമിയുടെ വാർത്ത. അതേസമയം പ്രശാന്തിൻ്റെ മൊഴിയായി മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു സുപ്രധാന കാര്യം ഇതിനോട് കണക്റ്റഡ് ആണ്. അതായത് അത് പോറ്റിയുടെ ബന്ധം എന്താണ് എന്നതാണ്. പ്രശാന്ത് പറയുന്നത് പോറ്റിക്ക് ദേവസ്വം ആസ്ഥാനത്ത് സ്വാതന്ത്ര്യം അനുവദിച്ചത് തന്ത്രിയുടെ ആൾ എന്ന നിലയിലാണ് എന്നതാണ്. ഇതുവരെ മൊഴി കൊടുത്തവരെല്ലാം ഒരുപോലെ പറയുന്ന ആ കാര്യം, ആ പേര് പ്രധാനമാണ്, തന്ത്രിയുടെ റോൾ. അതിലേക്ക് അന്വേഷണം വരുമ്പോഴാണ് പുതിയ വിവാദങ്ങൾ മാധ്യമങ്ങൾ കുത്തിപ്പൊക്കുകയും പ്രതിപക്ഷം വിഷയം മാറ്റുകയും ഒക്കെ ചെയ്യാറുള്ളത്. അന്വേഷണ സംഘവും തന്ത്രിയുടെ റോൾ എത്രത്തോളം കണ്ടെത്തിയിട്ടുണ്ട് എന്നത് അവ്യക്തവുമാണ്. ഏതായാലും CPM-നെയും സർക്കാരിനെയും സംബന്ധിച്ച് ഇത് ഒരു അഗ്നി പരീക്ഷയാണ്.
SITയുടെ റിപ്പോർട്ട് ആണ് അതിലേറ്റവും പ്രധാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ, മുന്നണി ആകെ പ്രതിരോധത്തിലാക്കുമ്പോൾ അതിനെ മറികടക്കാനുള്ള സമയം അധികം മുന്നിലില്ല. അതുകൊണ്ട് കടകംപള്ളി മുതൽ PS പ്രശാന്ത് വരെയുള്ളവരുടെ കാര്യത്തിൽ അന്വേഷണ സംഘത്തിന്റെ ഇനി വരാനുള്ള റിപ്പോർട്ടിൽ വ്യക്തത ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. അത്തരം വ്യക്തത വരാതിരിക്കുകയും സംശയത്തിന്റെ മുന അവശേഷിപ്പിക്കുകയും ചെയ്താൽ അത് വലിയ പ്രതിസന്ധിയാകും. രണ്ടാമത്തേതാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. അത് പ്രതിപക്ഷത്തിന്റെ കാര്യമാണ്. കാര്യമായ സമ്മർദ്ദങ്ങളില്ലാതെ തന്നെ SIT കടകംപള്ളിയെ പോലെ മുതിർന്ന നേതാവിന്റെ മൊഴിയെടുത്തു എന്നതാണ് അവരെ ആശങ്കാകുലരാക്കുന്നത്. ഹൈക്കോടതി പോലും പറയാതെ നടത്തിയ നീക്കം അന്വേഷണ സംഘത്തിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിച്ചു. കോൺഗ്രസ് നേതാക്കളിലൂടെ സോണിയാഗാന്ധിയിലേക്ക് വരെ എത്തിയ ഇതുവരെ അറസ്റ്റിലായ മുഖ്യ പ്രതികളുടെ റൂട്ട് മാപ്പ് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അന്വേഷണ സംഘത്തെ പ്രതിക്കൂട്ടിലാക്കാൻ പ്രതിപക്ഷ നേതാവും മാധ്യമങ്ങളും പുതിയ ആരോപണങ്ങൾ ഉന്നയിച്ച് ശ്രമം നടത്തിയത്. അതായത് അന്വേഷണ സംഘം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദത്തിലാണ് എന്നുള്ള ആരോപണം. എന്നാൽ കടകംപള്ളിയുടെ മൊഴിയെടുപ്പോടെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. കാര്യങ്ങൾ മാറിമറിഞ്ഞു. SITയുടെ വിശ്വാസ്യത പൊതുമധ്യത്തിൽ തന്നെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായ ഈ നീക്കത്തിന്റെ പിന്നിൽ എന്താണ് എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആശങ്ക. കടകംപള്ളി മന്ത്രിയും പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റും ആയിരുന്നു. പോറ്റിയുമൊത്തുള്ള ചില ചടങ്ങുകളിലെ ചിത്രങ്ങൾക്കപ്പുറമുള്ള ബന്ധം ഒന്നും ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. പിണറായിക്കൊപ്പം പങ്കെടുത്ത പരിപാടിയുടെ പൂർണ്ണ ദൃശ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ പുറത്തുവിടുകയും ചെയ്തു. എന്നാൽ കോൺഗ്രസ് നേതാക്കളുമായുള്ള ബന്ധം ചില്ലറ കാര്യമല്ല. അതിലേക്ക് വിരൽ ചൂണ്ടപ്പെടുന്നത് ചില്ലറ കാര്യങ്ങൾ പറഞ്ഞ് തള്ളിക്കളയേണ്ട കാര്യവുമല്ല. പ്രയാർ ഗോപാലകൃഷ്ണൻ മുതൽ മുന്നണി കൺവീനർ അടൂർ പ്രകാശും പത്തനംതിട്ട MP ആന്റോ ആന്റണിയും വരെ നീളുന്നു ആ ബന്ധങ്ങളുടെ കഥ. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, മുഖ്യപ്രതികളായ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനും സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയും വരെ സോണിയാഗാന്ധിയുടെ ഓഫീസിലെ സ്ഥിരം സന്ദർശകർ ആകുന്നത് എങ്ങനെ എന്നത് സംബന്ധിച്ച് ഇതുവരെ നേതൃത്വം വിശ്വസനീയമായി വിശദീകരിച്ചിട്ടില്ല. CBIയും EDയും ഇറങ്ങുമ്പോൾ ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് പ്രതിരോധത്തിൽ ആക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകും. സോണിയാഗാന്ധിക്ക് സമ്മാനങ്ങൾ നൽകാൻ വരെ ഈ പ്രതികൾ പ്രാപ്തരാകുന്നത് എങ്ങനെ എന്നതാണ് ചോദ്യം. എന്ത് സമ്മാനം നൽകി എന്നതും ഉയരുന്ന ചോദ്യമാണ്. അപ്പോഴാണ് പോറ്റിയുമൊത്ത് ചില പരിപാടികളിൽ പങ്കെടുത്തതിന്റെ പേരിൽ കടകംപള്ളി വരെയുള്ള വൻ തോക്കുകൾ SITയുടെ മുന്നിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് SITയുടെ അടുത്ത നീക്കം ലളിത യുക്തിയിൽ കാണേണ്ടതായിരിക്കില്ല എന്നത് കോൺഗ്രസ് നേതാക്കൾക്ക് ബോധ്യമുള്ളതാണ്. പോറ്റിയെയും ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് SITയുടെ അടുത്ത നീക്കം. സ്വാഭാവികമായും അധികാര കേന്ദ്രങ്ങളിലേക്കുള്ള വഴികളെക്കുറിച്ചുള്ള ഉത്തരം ലഭ്യമാക്കുക എന്നത് അവരുടെ ഉദ്ദേശമാണ്. അതിൻ്റെ തുടർച്ചയായി അടൂർ പ്രകാശ് ആന്റോ ആന്റണി വഴി സോണിയയുടെ ഓഫീസ് വരെ എത്തിയ കഥകൾ പറയേണ്ടി വരും. പരസ്പര വിരുദ്ധമായ ഉത്തരങ്ങൾ പിടിക്കപ്പെടുകയും ചെയ്യും. ആരെ രക്ഷിക്കാൻ ശ്രമിച്ചാലും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ അപകടകരമാണ് അവരെ സംബന്ധിച്ച്. ഇത് കോൺഗ്രസ് നേതൃത്വത്തെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള നടപടിയെ ജാഗ്രതയോടെ കാണാൻ അടൂർ പ്രകാശിനോടും ആന്റോ ആന്റണിയോടും പാർട്ടി നേതൃത്വം നിർദ്ദേശിച്ചു എന്നതാണ് പുറത്തുവരുന്ന വിവരം. കടകംപള്ളിയുടെ മൊഴിയെടുത്തതോടെ SITയുടെ വിശ്വാസ്യതയും വർദ്ധിച്ചു. പൊതുസമൂഹത്തിൽ ഇരപരിവേഷം നിലനിൽക്കില്ല എന്ന് നേതൃത്വത്തിന് ബോധ്യമുണ്ട്. അതുകൊണ്ട് പ്രതിപക്ഷ നേതൃത്വവും ജാഗ്രതയോടെ ഉറ്റുനോക്കുകയാണ് കാര്യങ്ങളെ. അടുത്ത അന്വേഷണ ഘട്ടം എങ്ങനെയായിരിക്കും എന്നത്. രഹസ്യമായ ചോദ്യം ചെയ്യലുകൾ തങ്ങളുടെ ക്യാമ്പിലേക്കും വരുമോ എന്ന ആശങ്കയും അവർക്ക് രൂപപ്പെട്ടു കഴിഞ്ഞു. ചുരുക്കത്തിൽ രാഷ്ട്രീയ വിവാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉയർത്തുമ്പോൾ തന്നെ ഇരുഭാഗത്തും പരിക്കുകൾ ആവോളം ഏൽക്കുന്നുണ്ട്. എന്നാൽ ഭരണകക്ഷി എന്ന നിലയിൽ സർക്കാരിനും CPMനും കൂടുതൽ ഡാമേജുകൾ സൃഷ്ടിക്കുന്നു എന്നത് വസ്തുതയുമാണ്. ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നു എന്ന് നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.